ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മെഴുകുതിരി ഒരുപാട് നേരം കത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. അപ്പോൾ മെഴുകുതിരി കുറേ നേരം വരെ നമുക്ക് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കുറച്ച് നേരം ഫ്രീസ് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു തിരിഭാഗം ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ മെഴുകുതിരി ഒരുപാട് നേരം വരെ കത്തും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ നേരം മെഴുകുതിരി കത്തണമെന്നുണ്ടെങ്കിൽ. അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര കണ്ട ഇതുപോലെ കട്ട പിടിക്കാറുണ്ട് അല്ലേ, കണ്ടോ? കുറച്ചൊന്ന് നനയുമ്പോഴത്തേക്ക് ഇതുപോലെ കട്ട കുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട കുത്തുമ്പോൾ നമുക്ക് ഒരു മടിയാണ്, പ്രത്യേകിച്ച് ചായയിലാകട്ടെ വെള്ളത്തിലൊക്കെ വിടുന്ന സമയത്ത് ഒരു കട്ട കുത്തിയ മാതിരി ആകുമ്പോൾ ഒരു വൃത്തികേടായി തോന്നും. അപ്പോൾ ഇതുപോലെ കട്ട കുത്താതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അപ്പോൾ ഇതുപോലെ നമുക്ക് ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ടൂത്ത് പിക്ക്, അല്ലെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങൾ മരത്തിന്റെ കമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ മരത്തിന്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊപ്ര, നമ്മൾ ഈ തേങ്ങയുടെ ചിരണ്ടി ബാക്കിയുള്ള ആ ഒരു കഷ്ണമൊക്കെ കൊക്കരപ്പ് കഷ്ണം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചിരട്ടയുടെ ഒക്കെ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പൂത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് പഞ്ചസാരയിൽ മാത്രമല്ല കേട്ടോ, ഉപ്പിൽ കല്ലുപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ സിങ്കിലൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് പടലൊക്കെ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് ബാഡ് സ്മെല്ല് മാറി കിട്ടും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ കുക്കറിൻ്റെ ഈ വാഷർ പറയുന്നത് നമുക്ക് എപ്പോഴും ലൂസ്, ചിലതൊക്കെ ലൂസായി കിടക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റ് ആവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ ജസ്റ്റ് ആ ഒരു നേരത്തേക്ക് മാത്രം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എപ്പോഴും കിട്ടില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു കുക്ക് ചെയ്ത ആ ഒരു സമയത്ത് ഒരു 10 മിനിറ്റ് മുന്നേ മാത്രം ഈ ഒരു വാഷർ അയച്ചതിന് ശേഷം ഇതുപോലെ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൂസ്നെസ് ഒക്കെ നമുക്ക് പോയി കുറച്ച് ടൈറ്റായി കിട്ടും. അപ്പോൾ ടൈറ്റായി കിട്ടുന്ന സമയത്ത് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിൻ്റെ മാത്രമല്ല, ഏതുതരം വാഷർ ആയാലും നമുക്ക് ഇതുപോലെ ലൂസായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിൽ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ആ ലൂസ്നെസ് മാറിക്കിട്ടും. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായി കിട്ടും കേട്ടോ. നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ ഒരൊറ്റ യൂസിന് മാത്രം, ഒരു യൂസിന് മാത്രം കിട്ടും. പിന്നെ അടുത്ത യൂസിന് നമുക്ക് താൽക്കാലികമായി മാത്രം ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഭക്ഷണം താൽക്കാലികമായി വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ വേണ്ടി ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ടിപ്പുകളുമായി കാണാം. അതുവരേക്കും ബൈ.